ബഗ്ദാദിലുള്ള അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലേക്ക് എല്ലാ ദിവസവും ഞാൻ പോകുന്നു. അവിടെ പോയി ഞാൻ ബറക്കത്തെടുക്കുന്നു. മഖ്ബറയിൽ ചെന്ന് ബറക്കത്തെടുക്കുന്നത് ശിർക്കാണ്. മുജാഹിദ് ഈ പുസ്തകത്തിൽ പറയുന്നു. ഷാഫി ഇമാം പറയുന്നതോ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് ബറക്കത്തെടുക്കുന്നു. ഷാഫി ഇമാമിന് തിരിയാത്ത തൗഹീദാണ് വിവരമില്ലാത്ത മൗലവിമാർ ഈ കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത്. അത് പ്രചരിപ്പിക്കാനാണ് ഇവർ സ്റ്റേജ് കെട്ടുന്നത്. ഇമാം ഷാഫി പറയുന്നത് എന്നിട്ട് എന്താ? വല്ല പ്രയാസവും വല്ല ആവശ്യവും എനിക്ക് നേരിട്ടാൽ ഇമാം ഷാഫി പറയുകയാണ്, പ്രത്യേകം വല്ല ആവശ്യവും എനിക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നോ? 2 റക്അത്ത് അങ്ങ് നിസ്കരിക്കും. എന്നിട്ട് ഉദുഊനി അസ്തജിബ് ലക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവോട് അവിടെ വെച്ച് ദുആർക്കല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ? ഷാഫി ഇമാം പറയുന്നു, വജിഅതു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്ക് ഞാൻ പോകുന്നു. ജാറത്തിങ്കലിൽ ചെന്നുകൊണ്ട് അവിടെ വെച്ച് ഞാൻ ദുആ ചെയ്യുന്നു. അങ്ങനെ ഞാൻ മഖ്ബറയിൽ വെച്ച് ദുആ ചെയ്താൽ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ളാ, ഞാൻ ചോദിച്ച കാര്യം നിറവേറാതിരുന്നിട്ടേ ഇല്ല. ആരാത് പറയുന്നത്? ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്. മുജാഹിദ് പറയുന്നതോ അത് ശരിയല്ല ഷാഫി ഇമാമേ, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ജാറത്തിങ്കലേക്ക് പോയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. അപ്പൊ ഷാഫി ഇമാം ആരായി പോയി? മൗലവിമാരെ, നിങ്ങൾ പറയുന്ന ഈ തൗഹീദ് ഷാഫി ഇമാം പഠിച്ചിട്ടില്ല, മാലിക് ഇമാം കണ്ടിട്ടില്ല, ഇബ്നുൽ മുൻകദിർ കണ്ടിട്ടില്ല, ലോകത്തുള്ള സഹാബികൾ ആരും പഠിപ്പിച്ചിട്ടില്ല, താബിഈകളും തബഉ താബിഈകളും ഇല്ലേ ഇല്ല, അവരാരും കണ്ടിട്ടില്ല. മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാമത്തെ വ്യക്തി അഹ്മദ് ഇബ്നു ഹംബൽ അല്ലേ? അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഞാൻ 5 തവണ ഹജ്ജ് ചെയ്തു. 3 തവണ നടന്നുകൊണ്ടാണ്, 2 തവണ വാഹനപ്പുറത്തുമാണ്. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ വഴി പിഴച്ചപ്പോ വഴി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താ? നിങ്ങൾ ചെല്ലണം, മഹാത്മാക്കളെ വിളിക്കുകയാണ്. അവിടെ വെച്ച് ഞാൻ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്. അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എനിക്ക് നിങ്ങൾ വഴി അറിയിച്ചു തരണേ. ഫലം മസല്ലഖൂലു ദാലിക, ഞാൻ അതങ്ങനെ പറയാൻ തുടങ്ങി. ഹത്താ വഖഫ്തു അല ത്വരീഖ്, അവസാനം അത് പറഞ്ഞപ്പോ വഴി എനിക്കറിയാൻ കഴിഞ്ഞു. ആരാത് പറയുന്നത്? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ. മുജാഹിദ് എഴുതിയ തൗഹീദ് എന്റെ കയ്യിലുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. മുജാഹിദുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ വഫാത്തായപ്പോ 7 ലക്ഷം, എത്ര? 7 ലക്ഷം ആളുകളാണ് അതിൽ സംബന്ധിച്ചത്. സുബ്ഹാനല്ലാഹ്. ലോക പ്രശസ്ത പണ്ഡിതൻ. ഖുർആൻ അറിയാത്തവരാണോ? ഹദീസ് പഠിക്കാത്തവരാണോ? കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണ്? മഹാത്മാക്കളെ വിളിച്ചാൽ കാഫിർ, മുശ്രിക്ക്. അത് സ്ഥാപിക്കാനല്ലേ ഇവിടെ മൗലവിമാർ പ്രസംഗിച്ചത്. ശംസുൽ ഉലമ മഖ്ബറയിൽ ചെന്ന് യാ ശൈഖനാ, യാ ശൈഖനാ, യാ ശൈഖനാ എന്ന് വിളിച്ചപ്പോ അത് തൗഹീദിൽ നിന്ന് പുറത്ത് എന്നാ പറയുന്നത്. എന്നാ അഹ്മദ് ഇബ്നു ഹംബൽ ചെയ്യുന്നത് എന്താ? യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അടിമകളെ, ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് നിങ്ങൾ വഴി അറിയിച്ചു തരണേ. ശിർക്കായോ, കാഫിറായോ, മുശ്രിക്കായോ? മുജാഹിദ് വാദമനുസരിച്ച് സർവ്വ ഇമാമുകളും മുശ്രിക്കാണ്, സർവ്വ ഇമാമുകളും കാഫിറാണ്, സർവ്വരും ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. പിന്നെ മുജാഹിദിന്റെ 4 ആളും പുതിയാപ്പളയും മാത്രമേ ഇവർ പറയുന്നതനുസരിച്ച് തൗഹീദിൽ ഉണ്ടാവുകയുള്ളൂ. 100 കണക്കിന് കിതാബുകൾ സഹോദരന്മാരെ, സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ്. നമ്മുടെ ചോദ്യകർത്താക്കൾ മുഷിയരുതല്ലോ എന്ന് കരുതി ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. 100 എണ്ണം എനിക്ക് നിന്നിടത്തെന്ന് പറയാൻ കഴിയും. ഇമാമുകളായ ഇമാമുകൾ മുഴുക്കെ ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടുന്നു, അത് ചെയ്യുന്നു, ശഫാഅത്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാം നവവിയുടെ ശർഹുൽ മുഹദ്ദബ് എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കലെത്തിയാൽ, ആ ജാറത്തിങ്കലെത്തിയാൽ ചെയ്യേണ്ടത് എന്താണ്?
അള്ളാന്റെ റസൂലിന് സലാം പറയണം, ഉമറുൽ ഫാറൂഖിനും സിദ്ദീഖിനും സലാം പറയണം. സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വലി ഖുബാലത വജ്ഹി റസൂലില്ലാഹി. പിന്നെ ആദ്യം സലാം പറഞ്ഞ റസൂലുള്ളാന്റെ ഖബർ ശരീഫിന് മുൻഭാഗത്തേക്ക് തന്നെ നിൽക്കണം, റസൂലുള്ളാന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കണം. എന്തിനാണെന്നോ അവിടെ വെച്ച് ചെയ്യേണ്ട കർമ്മം ഇമാം നബവി വിശദീകരിക്കുകയാണ്. വയതബസ്സരു ബിഹി ഹഖി നഫ്സിഹി. വഫാത്തായി ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. മുജാഹിദ് പറയുന്നത് എന്താ? തവസ്സുൽ ചെയ്യുന്നത് ശിർക്കാകുന്നു. തവസ്സുൽ ശിർക്കാണ് മുജാഹിദ് പറയുന്നു. ഇമാം നബവി പറയുന്നതോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കാണ്. റസൂലുള്ളാന്റെ ജാറത്തിങ്കൽ ചെന്ന റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. മാത്രമല്ല വയസ്തശ്ഫിഉ ബിഹി, റസൂലിനോട് ശഫാഅത്ത് തേടുകയും വേണം. അത് ശിർക്കാണ് എന്ന് മുജാഹിദ് പഠിപ്പിക്കുന്നു. നബവി ഇമാം പറയുന്നതോ അത് സുന്നത്താണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? നബവി ഇമാമിന്റെ കൂടെ നിൽക്കണോ? ലോക മുസ്ലിങ്ങളെ കൂടെ നിൽക്കണോ? ഈ എഴുതിയതിന്റെ കൂടെ നിൽക്കണോ? കഴിഞ്ഞില്ല. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉന്നത്തു താലിബീൻ എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ഇമാം ഗൗസുൽ ആലം പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടുന്ന കർമ്മം എന്താണെന്നോ? യാ റസൂലല്ലാഹ്, ഓ നബിയേ, റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഹഖി നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, നബിയിർ റഹ്മാ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹ് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ദുആ ചെയ്യണം. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുകയും വേണം. ഞാൻ പറയല്ല, മുജാഹിദ് പറയുന്നു കൊടിയ ശിർക്ക്. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി പറയുന്നതോ നോക്കൂ നിങ്ങൾ, അവിടെ വെച്ച് പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, തങ്ങൾ മുഖേന അല്ലാഹുവിലേക്ക് ഞാൻ മുന്നിടുന്നു, ലിയഗ്ഫിറ ലീ ദുനൂബി, എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മുന്നിടുന്നു നബിയേ. വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കണം. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനിയുടെ കിതാബാണ്. മുജാഹിദ് പറയുന്നതോ ശിർക്കാണ്, കൊടിയ ശിർക്കാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? ഇമാം ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ഈ തൗഹീദിന്റെ കൂടെ നിൽക്കണോ? ഈ ജാഹിലുകളായ മൗലവിമാർ എഴുതിയതിന്റെ കൂടെ നിൽക്കണോ? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. 100 എണ്ണം പറയാൻ എനിക്കുണ്ട്. ഫത്വ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ വിശ്രുത പണ്ഡിതൻ, ഹാഫിദുദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി നിങ്ങൾ കേട്ടില്ലേ? 3 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ. ആരംഭ റസൂൽ വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു, മൗലവിമാരെ, ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ അതുകൊണ്ട് ഞങ്ങൾ ആരാധിച്ചു, ശിർക്ക് ചെയ്തു എന്ന് പറയുന്ന കഥയില്ലാത്ത വാദമുന്നയിക്കുന്ന മൗലവിമാരെ, ആ വാദത്തിൽ കുടുങ്ങിപ്പോയ സാധു ജനങ്ങളെ, നിങ്ങളൊക്കെ പുനർവിചിന്തനത്തിന് സമയമായിരിക്കുന്നു, ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകളൊക്കെ ആരംഭ റസൂലിനെ വിളിക്കുന്നു, സഹായം തേടുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ചോദിക്കുന്നത്, പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ ഹാദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിബലായികും മിൻ യൗമ കാന വലീദാ. മുർസലുകളുടെ നേതാവായ നബിയെ, വളരെ തെറ്റു ചെയ്തിട്ടുള്ള വിനയാന്വിതനായ ഒരു അടിമ താഴ്മയോടെ ചോദിക്കുന്നു, നബിയേ, എന്താ ചോദിക്കുന്നത്? يرجو بك المحيا السعيد وبعثه بعد الممات إلى النعيم شهيدا. ഞാൻ നാളെ ആഖിറത്തിലെത്തുമ്പോ നബിയെ, എനിക്ക് തങ്ങൾ സ്വർഗം കിട്ടി നൽകണം നബിയെ, തങ്ങൾ മുഖേന എനിക്ക് സ്വർഗം കിട്ടണം. ആരാ ഈ പറയുന്നത്? ആരാ? സമസ്തയുടെ ആളുകളല്ല, ഞങ്ങൾ സഖാഫിമാരല്ല. പിന്നെ ആരാ? ഞങ്ങളുടെ ഒക്കെ ഇമാമായ, ലോക മുസ്ലിമീങ്ങളുടെ ഇമാമായ മുജാഹിദുകൾ തന്നെ ഈ പുസ്തകത്തിൽ പലപ്പോഴും
ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയെ ഉദ്ധരിച്ചത് കാണാം. അങ്ങനെയുള്ള ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ആരംഭ റസൂലിനെ വിളിച്ച് തേടുന്നു. എത്ര ഇമാമ്! ഇതിന് 360 വഫാത്തായ ഇമാം തൊബറാനി 1200 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. ഹാഫിദു ദഹബിയുടെ സിയറു അലാമിൻ നുബലാ എടുത്ത് പരിശോധിച്ചോളൂ, കാണാം. ഇമാം തൊബറാനിയും അതുപോലെ തന്നെ പ്രമുഖരായ അന്നത്തെ ഏറ്റവും വലിയ 3 ഹദീസ് പണ്ഡിതന്മാർ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ മക്കയിൽ മദീനയിലേക്ക് പോവുകയാണ്. അവിടെ മദീനയിൽ ചെന്നു. അങ്ങനെ ഒരു ദിവസം ഫലാഖ ബിനൽ ബഖ്തു അവർ പറയുന്നു, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അബു ശൈഖുൽ ഇസ്ബഹാനിയും ഇമാം ഇബ്നുൽ മുഖ്രിയും ഇമാം തൊബറാനിയും 3 പേരും കൂടി അക്കാലത്തെ വലിയ മുഹദ്ദിസുകളാണ്, ഹദീസ് പണ്ഡിതന്മാരാ. ഇമാം തൊബറാനിയെ പരിചയമില്ലാത്തവരില്ല, മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനാണ്. അവരെന്താ ചെയ്യുന്നത്? മദീനയിൽ താമസിക്കുന്നു. വിശപ്പായി, ഭക്ഷണം കിട്ടാതെ വിഷമിച്ചപ്പോ അവർ ചെയ്തതെന്താ? ആരംഭ റസൂലുള്ളാന്റെ ജാറത്തിങ്കൽ ചെന്നു, ഖബർ ശരീഫിൽ ചെന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്, യാ റസൂലല്ലാഹ് അൽ ജൂഅ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നബിയേ വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനോടല്ല, വഫാത്തായി ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി. ഇന്ത്യ ഇമാം തൊബറാനിക്ക് തൗഹീദ് അറിയില്ലേ? ലക്ഷക്കണക്കായ ഹദീസ് എഴുതി വെച്ച ഗ്രന്ഥങ്ങളുടെ ഉടമയല്ലേ ഇമാം തൊബറാനി? അവർക്ക് മുജാഹിദ് പറയുന്ന തൗഹീദ് അറിയില്ലേ? അവർ ഈ ഖുർആൻ ഇന്നമാ അദ്ഉ റബ്ബി മുജാഹിദ് ഓതുന്ന ആയത്തിന്റെ ഇമാം തൊബറാനിക്ക് പരിചയമില്ലേ? ഉണ്ട്, ഹദീസ് അറിയാം, ആയത്തറിയാം. പക്ഷേ ആ ആയത്തുകളിലും ആ ഹദീസുകളിലും ഒന്നും പറയുന്നത് ആരംഭ റസൂലിനോട് സഹായം തേടാൻ പാടില്ല എന്നല്ല. ഇമാം തൊബറാനിയുടെ ഈ സംഭവം ഹാഫിദു ദഹബി സിയറു അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തി വെക്കുന്നു. 100 എണ്ണം പറയാനുണ്ട്, സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുകളൊക്കെ പഠിപ്പിച്ചത് ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടാം, തവസ്സുൽ ചെയ്യാം, ഇസ്തിഗാസ തേടാം, ഒരു കുഴപ്പവുമില്ല. ശിർക്കാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഇമാമ് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിൽ കാണാൻ കഴിയില്ല, ഒരു ഹദീസ് കണ്ടെത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഇമാമ്, പ്രാമാണികരായ ഒരു ഇമാമ് പറഞ്ഞത് കണ്ടെത്താൻ കഴിയില്ല. സഹോദരന്മാരെ, ലോകത്ത് കേരളത്തിൽ അഹ്ലു സുന്ന പ്രസ്ഥാനം ഉയർത്തിവിട്ട ഈ ബോംബ് എന്ന് തന്നെ ഞാൻ പറയട്ടെ, അത്ര വലിയ ശക്തമായ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആകെ പറയാനുള്ളത് ആയത്തോതും മൗലവിമാരെ പോക്കറ്റിൽ നിന്നെടുക്കുന്ന ദുർവ്യാഖ്യാനം, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഹദീസ് പഠിപ്പിച്ചിട്ടില്ലാത്ത, കഴിഞ്ഞുപോയ ഇമാമുകൾ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സിദ്ധാന്തമാണ് മുജാഹിദ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഞാനിത് വെറുതെ പറയുകയല്ല. അതാ ഇബ്നു തൈമിയ്യ പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വഹും സലഫുൽ ഉമ്മത്തി വഅയിമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. പൂർവീകരായ ആളുകൾ, ഇമാമുകൾ, അവരെ പിൻപറ്റുന്നവരാണ് അഹ്ലു സുന്ന. അഹ്ലു സുന്ന മാത്രമേ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ. ഖാല റസൂലുള്ളാഹി. ആ അഹ്ലു സുന്നത്തിന്റെ നിലപാട് എന്താ? റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്യൽ ശിർക്കാണെന്ന നിലപാടില്ല, അത് കുഫറാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇസ്തിഗാസ ചെയ്യലും ശഫാഅത്ത് തേടലും അത് കുഫറാണെന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണെന്നോ പഠിപ്പിച്ചിട്ടേ ഇല്ല. ലോകത്ത് ഒരാൾക്കും തെളിയിക്കാൻ അത് കഴിയുകയും ഇല്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്നും മൗലവിമാരുടെ വിവരമില്ലാത്ത മൗലവിമാർ, ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച സച്ചരിതരായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി ജീവിച്ചു കഴിഞ്ഞുപോയ ഇമാമുകളുടെ ഒക്കെ മാർഗത്തെ കൈയൊഴിച്ച് മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന്, ദുർബലമായ മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ദുഷിച്ച ദ്രവിച്ച ആശയങ്ങളെ മതമായി ആരെങ്കിലും സ്വീകരിച്ചാൽ, അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ നിലനിന്നു വന്ന മാർഗമുണ്ട്. ആ മാർഗം കൈയൊഴിച്ച് പുതിയ ഒരു മാർഗം ആര് അവലംബിച്ചുവോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചവർക്ക് അള്ളാഹു ഹിദായത്തിന് ഇതിൽ കാരണമാക്കുമാറാവട്ടെ. ആമീൻ. നിർത്തുകയാണ്. ഞാൻ സാധാരണ എന്റെ പ്രസംഗത്തിൽ ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ ശരാശരിയായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് അവരെ ഞാൻ മാനിക്കുന്നു. അല്പം വൈകിയതിൽ അവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് നല്ല രസമുള്ള പഠനാർഹമായ ചോദ്യോത്തരങ്ങൾ ഇവിടെ നടക്കും. അത് പറയാനുള്ളത് വിഷയവുമായി ബന്ധപ്പെട്ടത് പറയണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിഷയം സുന്നി മുജാഹിദ് തർക്കമൊന്നും അല്ലാത്ത വേറെന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് നമ്മളെ ഈ വിഷയത്തിൽ നിന്ന് വഴുതി പോവാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വിനീതമായി നിങ്ങളോടും അല്ലാത്തവരോടും ഒക്കെ പറയുന്നു. ഇവർക്ക് മാത്രമല്ല, പുറത്താണെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ചോദിക്കാം. എല്ലാവർക്കും സ്വാഗതം. ചോദ്യം തുടരുന്നു.
അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് അലവി സഖാഫി സംസാരിച്ച് നിർത്തിയെടുത്തുന്നതാണ് ഞാൻ ആരംഭിക്കുന്നത് എന്റെ ചോദ്യം. അലവി സഖാഫി അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ വാചകങ്ങൾ ഒരു ഈർഷ്യതയുമില്ലാതെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഈ പരിപാടിയെ കാണണമെന്നും മനസ്സിലാക്കണമെന്നുമാണ് അദ്ദേഹം ആമുഖമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു ഈർഷ്യതയും ഒരു രീതിയിലുള്ള വിദ്വേഷവും ഇല്ലാതെ നമുക്കെല്ലാവർക്കും സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ചോദ്യോത്തര സെക്ഷനെ നിങ്ങൾ വീക്ഷിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മെ എല്ലാവരെയും അള്ളാഹു സത്യത്തിൽ ഉറച്ചു നിർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചോദ്യം ആരംഭിക്കുന്നു. ഞങ്ങളിവിടെ കടന്നു വന്നത് മുഖാമുഖം എന്ന് വിചാരിച്ച് 7 മണി തൊട്ട് ചോദ്യം കുറച്ചു നേരം വിഷയാവതരണവും ബാക്കിയുള്ള ചോദ്യോത്തര സെക്ഷനുമായിരിക്കുമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ 10:30 വരെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുമുണ്ട്. അലവി സഖാഫി റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഓരോ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യും. തീർച്ചയായും ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുകയാണ് ആമുഖമായി തന്നെ. എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മുമ്പ് എന്താ വിസിലടിക്കുന്നത് അപ്പൊ പറഞ്ഞതിനെ കുറിച്ചൊന്ന് പറയാ. മുഖാമുഖം എന്ന പേരിലല്ല ഈ പരിപാടി. നോട്ടീസ് അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. ഇത് പ്രഭാഷണമാണ്. സുന്നി സമ്മേളനം എന്നാണ് പോസ്റ്ററിലുള്ളത്. അതിന്റെ അവസാനത്തിലാണ് പറഞ്ഞത് എന്ത്, ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. സുന്നികളായ ആളുകൾ സംശയ നിവാരണത്തിന് ചെന്നപ്പോ ഇവിടുത്തെ മൗലവി പറഞ്ഞു, സംശയത്തിനൊന്നും പറഞ്ഞില്ല, എന്റെ പ്രസംഗത്തിന്റെ CD കേട്ടോളി എന്ന് പറഞ്ഞു. അപ്പോ മൗലവി നമ്മളെ പ്രവർത്തകർ മനസ്സിൽ അത് പറ്റുമല്ലോ, വല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാനുള്ള അവസരവും കൂടി ഇവിടെ ഉണ്ടാവണം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നോട്ടീസിന്റെ അടിയിൽ കൊടുത്തുല്ലേ സംശയ നിവാരണത്തിന് അവസരം ഉണ്ടാകും. അങ്ങനെയാണ്, അതല്ലാതെ ഒരു മുഖാമുഖമല്ല. അതുകൊണ്ടാണ് എന്റെ പ്രസംഗം നീണ്ടത്. മുഖാമുഖമാണെങ്കിൽ ഇങ്ങനെയല്ല. ഞങ്ങൾ ശരാശരി ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ വിഷയാവതരണം നടത്തും. പിന്നെ ചോദ്യങ്ങൾക്ക് തുറന്ന അവസരമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നീട്ടിയെന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത്തേത്, അലവി സഖാഫി തയ്യാറാണെങ്കിൽ ഞങ്ങൾ എത്രയും സമയം ഇരിക്കുന്നാണ് പറഞ്ഞത്. അലവി സഖാഫിൽ ഒരു പേടിയുള്ള ആളല്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും കണ്ട ആളാണ്. പക്ഷെ നമ്മളെ ഇന്നത്തെ ഈ പരിപാടിയുടെ നമ്മുടെ ഔദ്യോഗിക ആളുകൾ അംഗീകരിക്കുന്നതിനനുസരിച്ച് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾ സാധാരണ മുഖാമുഖം ഇഷ്ടംപോലെ നടത്താറുണ്ട്. എത്രയോ സമയങ്ങൾ നടത്തിയിട്ടുണ്ട്. പല മുഖാമുഖങ്ങൾക്ക് മുമ്പ് ധൈര്യസമേതം മുജാഹിദികൾ പിന്മാറാനാണ് ഉള്ളത്, അത് വരലല്ല ഉള്ളത്. അപ്പൊ ഈ ഒരു അടുത്ത കാലത്ത് കൂടി മുഖാമുഖം നടത്തിയെടുത്തു. അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊന്നും നമുക്ക് പറയേണ്ട വിഷയത്തിലേക്ക് കടക്കാം. പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്, അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇരിക്കട്ടെ. എന്നാൽ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടു. ആ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചതല്ല, സാന്ദർഭികമായി ചോദിക്കുന്നു. അദ്ദേഹം ഇട്ട ക്ലിപ്പിൽ AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നതായിക്കൊണ്ട് അദ്ദേഹം ഇട്ട ക്ലിപ്പിൽ അവിടെ കാണാൻ കഴിഞ്ഞത്, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം അതിന്റെ കൂടെ പറഞ്ഞു ഖുർആനും സുന്നത്തും വെച്ച് ചിന്തിക്കുന്നതോടൊപ്പം മുൻഗാമികളായ സലഫുകളെ മുഴുവൻ തള്ളിക്കൊള്ളൂ എന്ന് AP പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആ ക്ലിപ്പിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ക്ലിപ്പ് ഒന്നും കൂടി ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കേണ്ട. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിരിക്കെ ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. എന്റെ സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകും. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് പൂർവികരൊക്കെ തള്ളിക്കൊള്ളൂന്ന് അയാൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോളൂ എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദ് മൗലവിമാര് ചിന്തിച്ചതാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്നതൊക്കെ. പൂർവികരൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനും സുന്നത്തും അനുസരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണ് കാഫിറാന്ന് പറയില്ലല്ലോ. റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ങ പോകുന്നത് ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ വേറെ വർത്താനം പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയാം, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്ന മറുപടി ശരിക്കും ശ്രദ്ധിക്കന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു ഫലമില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൽ നിന്ന് ലഭ്യമാകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് പൂർവീകർ പഠിപ്പിച്ചതുപോലെയാണെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാണെന്ന് പറയോ? റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ശിർക്കാണെന്ന് പറയോ? റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗാസ ശഫാഅത്ത് തേടൽ ശിർക്കാന്ന് പറയൂല.
അതെങ്ങനെ വരുന്നത്? അത് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ ബുക്കും ഞാൻ കൂടെ വായിച്ചിരുന്നു. എന്ത് ആയിരക്കണക്കായ മുത്തലഖ് മുജ്തഹിദുകൾ ഉണ്ടായി. ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകൾ എന്താ? ഖുർആനും സുന്നത്തിൽ നിന്നും ഗവേഷണം ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് മുജാഹിദുകൾ എന്ന് എന്റെ വക പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, മുജാഹിദിന്റെ ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ മുൻഗാമികളെ തള്ളിക്കൊണ്ടാണ് മുജാഹിദിന്റെ ഓരോ ഗവേഷണവും നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പറഞ്ഞു. എന്നാൽ അലവി സഖാഫിക്ക് തെറ്റുപറ്റിയതായിരിക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ CD ഒന്നുകൂടിട്ടാ കാണാൻ കഴിയും. ഞാൻ കേട്ടതാണ്. അതായത് മുൻഗാമികളെ സലഫുകളെ തള്ളിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഞാൻ കേട്ടതാണ്. CD ഇനി ഇൻഷാ അല്ലാഹ് ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ കണ്ടാൽ അത് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. മുൻഗാമികളെ തള്ളിക്കൊള്ളൂ എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു എന്നല്ല ഞാൻ പറയും. നിങ്ങൾ വിഷയം മാറ്റരുത്. നമ്മളെ വിഷയം എന്താ? ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചോളൂ. എന്നാ പിന്നെ അയാൾ പറയേണ്ടത് എന്താ? ഖുർആനും സുന്നത്തൊക്കെ പഠിച്ചവരാ പൂർവികർ കേട്ടോ, ആ ആശയങ്ങൾ ഉൾക്കൊള്ളണം എന്നല്ലേ പറയേണ്ടത്? അതല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പച്ചമലയാളം ദുർവ്യാഖ്യാനിക്കണ്ട. അതുകൊണ്ട് അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നേരം വെറുതെ കളയണ്ട, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ തർക്കിച്ച് കളയണ്ട. നേരം വെറുതെ കളയല്ല, ഞാനത് കേട്ടത് കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ CD കണ്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വീഡിയോ ഞാൻ ആ ചോദ്യം വിടുകയാണ്. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഈ പരിപാടി കണ്ട ആളുകൾ ഈ CD ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കേൾക്കണം. അത് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. തീർച്ചയായിട്ടും ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ആ ചോദ്യം വിടുന്നു. അല്ല വിടണ്ട, ഞാൻ ഒന്നുകൂടി ഒരു വിശദീകരണം പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്ത് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി പറയുകയും ആയിരക്കണക്കായ മുത്തലഖ് മുജ്തഹിദുകൾ, ഷാഫി ഇമാമിനെ പോലത്തെ മുജ്തഹിദുകൾ ഗവേഷണം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് കേരളത്തിലുള്ള മുജാഹിദുകൾ, നേതാക്കൾ, പള്ളികളിലെ ഖത്തീബുമാര്, ഇമാമുമാര് എന്നൊക്കെ പറയുകയും മുജാഹിദുകൾ എഴുതുകയും അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യം ഉൾക്കൊള്ളണം എന്നല്ല. അതാണ് മഫ്ഹൂം എന്ന് പറയും. അതിന് നിങ്ങൾക്ക് എന്ത് മഫ്ഹൂമല്ലേ? മഫ്ഹൂമും മന്ദൂക്കും ഉണ്ട്. ഈ മഫ്ഹൂം അനുസരിച്ചുള്ള വർത്താനം അപ്പൊ ഞാനാ പറഞ്ഞത്. അത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അത് ഉറപ്പന്നെയാണ്. ഈ പദം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്റെ ഉദ്ദേശ്യവും അല്ല. മനസ്സിലായെങ്കിൽ ഈ ആശയം അവർക്കുണ്ട് എന്ന് ഞാൻ എപ്പോഴും തറപ്പിച്ച് പറയും ചെയ്യും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. അത് ഞാൻ നിഷേധിക്കൂല്ല. ഈ പദം AP അബ്ദുൽ ഖാദർ മൗലവി ആ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ എന്റെ ഉദ്ദേശ്യത്തിലും ഇല്ല. ഈ ആശയം അവരിപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്. കാരണം അവരുടെ ആശയങ്ങൾ മുഴുവനും പൂർവികർ പഠിപ്പിച്ചതല്ല, അതിനെതിരാണ്. ആ പഠിപ്പിച്ച ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പൂർവീകരൊക്കെ മനസ്സിലാക്കിയ ആശയം അത് മുജാഹിദുകൾക്കില്ല. അവരൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് മുജാഹിദ് മുന്നോട്ട് പോണത്. അത് ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. CD കേൾക്കുമ്പോൾ അത് ഈ ഭാഗം അതിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത ചോദ്യം ചോദിച്ചു. മുത്തലഖ് മുജ്തഹിദാണ് കേരളത്തിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞു. അത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ഗൾഫ് സലഫികളും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ മുജാഹിദിന്റെ MI മുഹമ്മദ് അലി സുല്ലമി എന്ന വ്യക്തി എഴുതിയതാണ്. MI മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളാണോ അതോ മടവൂരികളുടെ കൂട്ടം? അത് നിങ്ങൾ തീരുമാനം. ഇയാൾ മുജാഹിദാണ്. ഇയാളെ സഖാഫിയല്ല. ഇയാള് സഖാഫിയല്ല. അത് നിങ്ങളെ പ്രസ്ഥാനമാണ്. നിങ്ങളാരാധന എനിക്കറിയണ്ട. എന്നാലല്ല ഇപ്പൊ നിങ്ങളെ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റുള്ളൂ. മുജാഹിദിൽപ്പെട്ട സുല്ലമിയാണ്, മുജാഹിദാണ്. അത് നിങ്ങൾ അതിലാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് പൈലായി ഇതിലായി രണ്ടാലും ഞങ്ങൾക്ക് കണക്കല്ലേ. രണ്ടും മുജാഹിദാണ്. ഏത് മുജാഹിദാലും മുജാഹിദാണ്. അത് നിങ്ങൾ തീരുമാനിച്ചോളി. അതാണോ ഇതാണോ എന്ന് അത് ഞങ്ങളോട് ചോദിക്കണ്ട. അതൊക്കെ അവിടെ ചോദിച്ചോളി. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത 100 നുണകൾ തന്നെ പുസ്തകം EK-കാർ ഇറക്കിയിട്ടുണ്ടാവാം. അത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും AP സുന്നികൾ എന്താ പറയല്? ഇത് ഞങ്ങൾ ഇറക്കിയതല്ല, വിമർശകരിൽ നിന്നല്ല കേൾക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഗൾഫ് സലഫിസവും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന് ഖണ്ഡനം ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള KK സക്കരിയ സ്വലാഹി പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ മുത്തലഖ് മുജ്തഹിദാണ് കേരളത്തിലുള്ള എല്ലാവരും എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് മുത്തബഈങ്ങളാണ് എന്ന് കൃത്യമായ ഖണ്ഡനം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ KJU-ലെ അംഗമായ സക്കരിയ സ്വലാഹി പരസ്യമായി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ആ പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചോദ്യം ഞാൻ തുടരാം. നമുക്ക് വേഗം നീർത്തി ഇങ്ങനെ പറയണ്ട. ചെറിയ മറുപടി, ചെറിയ ഉത്തരം, അങ്ങനെ വേഗം പോയാൽ എല്ലാവർക്കും ചെയ്യും. അപ്പൊ പാകത്തുക പറഞ്ഞ എന്താ? അയാൾ മുജാഹിദ് അല്ല എന്നല്ല, ആള് മുജാഹിദ് തന്നെയാണ്, ഞങ്ങളെ ഗ്രൂപ്പല്ല. അപ്പൊ ചോദിക്കണം, നിങ്ങളിപ്പോ ഏത് ഗ്രൂപ്പാന്ന് എനിക്ക് ആദ്യം തിരിയേണ്ടത്. എന്നാലേ ഇപ്പൊ ഇത് ഏതാന്ന് പറയുള്ളൂ. അതൊന്നാണ് ആദ്യം പറഞ്ഞാണ്.
ഔദ്യോഗികമായ KNM-ന്റെ ഗ്രൂപ്പ് എന്നാണ് നിങ്ങൾ പറയാം. ഔദ്യോഗികം ആവട്ടെ. അപ്പൊ മറ്റേ മടവൂർ ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പ് ഔദ്യോഗികം എന്നിപ്പോ നിങ്ങൾ പറയാണ്. മറ്റോല് പറയും ഓലാണ് ഔദ്യോഗിക. ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എന്തോ ആവട്ടെ, നമ്മളെ വിഷയം എന്താന്ന് വെച്ചാൽ മടവൂർ ഗ്രൂപ്പ് അല്ലാത്ത ഗ്രൂപ്പാണ് നിങ്ങൾ അങ്ങനെ പറയാ. അവര് ആ മുജാഹിദ് ഇത് അംഗീകരിക്കണില്ല, മറ്റേ മുജാഹിദ് അംഗീകരിക്കുള്ളൂ. ശരി, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തിരിയാറായി. അതുകൊണ്ട് ഞാൻ ഈ വായിച്ച പുസ്തകം മുജാഹിദിന്റേതല്ല എന്ന് വരൂല. ഇത് എഴുതിയ ആള് സുല്ലമിയാണ്, മുജാഹിദ് അല്ലാന്നും വരൂല. ഇയാൾ അബ്ദുറഹ്മാൻ സലഫിനൊക്കെ വെല്ലുവിളിച്ച കഥ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ മൂത്ത മുജാഹിദാണ്, അതിൽ യാതൊരു സംശയമില്ല. സുന്നികൾ ഇയാളുടെയിലും കാഫിർ തന്നെയാണ്, മുശ്രിക് തന്നെയാണ്. അതിലൊന്നും ഇവർക്ക് ഒരു തർക്കമില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പല്ല എന്നേ ഉള്ളൂ. ആവട്ടെ, അതിന് ഞങ്ങൾക്ക് അതാണ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ മറുപടി പറയുന്നു. ഞങ്ങൾക്ക് എതിർപ്പില്ല. നിങ്ങൾ ഈ ഗ്രൂപ്പിനും കൂടി ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പിനും കൂടി നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല. നിങ്ങളതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഞമ്മക്കിപ്പോ അതിൽ അത് പറ്റൂല. നിങ്ങൾ അതും അംഗീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അതിന് സമയം കളല്ലേ. അടുത്ത കാര്യം ചോദിക്കും. നിങ്ങൾ അംഗീകരിക്കണില്ല എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ അംഗീകരിക്കണ്ട. ഞാനീ പറഞ്ഞത് ഈ സുന്നിയുടെ പുസ്തകമല്ല, മുജാഹിദിന്റെ മറ്റേ ഗ്രൂപ്പിന്റെ ബുക്ക് തന്നെയാണ്. എഴുതിയ ആള് മുജാഹിദ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഒരാൾ ചോദിച്ചാൽ മതി. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ എല്ലാവരെയും തള്ളിയിട്ട് ഞങ്ങൾ ഖുർആൻ സുന്നത്ത് മുമ്പിൽ വെച്ചിട്ട് ഇജ്തിഹാദ് ചെയ്യുകയാണ് എന്നായിരുന്നു പ്രസംഗത്തിന്റെ മുഴുവൻ തെളിയിച്ചത്. അതാണ് അതിന് ഒന്നാമതായിക്കൊണ്ട് തെളിവായി കൊണ്ടുവന്ന പുസ്തകമാണത്. ആ പുസ്തകമാകട്ടെ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത 100 നുണകൾ എന്ന പുസ്തകം എങ്ങനെയാണോ APക്കാർ അംഗീകരിക്കാത്തത്, അതുപോലെ ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു പുസ്തകമാണ്. അവിടെയാണ് വിഷയം. അതെ, അതുകൊണ്ട് ഇപ്പൊ എന്തേ ആകുന്നുള്ളൂ. ഞാൻ ഇത് പറയുന്ന വിഷയത്തിന്റെ മർമ്മത്തിൽ നിങ്ങൾ പോവാ. നിങ്ങൾ കാന്തപുരം 4 വട്ടം പറഞ്ഞുകൊണ്ട് വിഷയമാവില്ലല്ലോ. നമ്മുടെ മർമ്മത്തിൽ നിങ്ങൾ പോവുകയാണ്. ഏറി വന്ന ആ പുസ്തകങ്ങൾ അംഗീകരിക്കണില്ല, ഇതല്ലേ വരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് പൂർവികർ പഠിപ്പിച്ചത് നിങ്ങൾ മാറിയെന്നുള്ളിടത്താണ് നമ്മളെ പോയിന്റ്. അത് പറയും, അവിടേക്ക് എത്തത്തെ കാര്യങ്ങൾ. ഈ പുസ്തകങ്ങൾ അംഗീകരിക്കണില്ല, നിങ്ങൾ അംഗീകരിക്കണ്ട. പക്ഷെ വിഷയം അവിടെ അല്ല. പൂർവികർ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി. അത് നിങ്ങൾ ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്തു. ബാലന് മുസ്ലിമാണ്, രാമൻ മുസ്ലിമാണ്. ഇത് ഖുർആൻ മുന്നിൽ വെച്ച് നിങ്ങൾ ഗവേഷണം ചെയ്തതാണ്. ഞാൻ പറയാം, അത് നിങ്ങൾ ഈ പുസ്തകം അംഗീകരിക്കണ്ട. അത് ഏത് ഖുർആനിലുള്ളത്, ഏത് സുന്നത്തിലുള്ളത്? ഇത് പൂർവികർ പഠിപ്പിക്കാത്തതാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പുസ്തകങ്ങൾ അംഗീകരിക്കാത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടോ? അതിനെപ്പറ്റി വല്ലോണ്ടേ പറഞ്ഞു. അതല്ലേ രസം. അതായത് ഇവിടെ ഇട്ട് കാണിച്ചു കൊടുത്ത ഒരുപാട് ക്ലിപ്പുകൾ, ഈ ക്ലിപ്പുകൾക്കൊക്കെ വ്യക്തമായ മറുപടി നിങ്ങളുടെ ഭാഷയിൽ വ്യക്തമാവണമെന്നില്ല. പക്ഷെ അതിനുള്ള വ്യക്തമായ മറുപടി പറയുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഈ നാട്ടിൽ തരാണെങ്കിൽ ഞങ്ങൾ പറയും. അതിന് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഖണ്ഡനം വെക്കാം. നാദാപുരത്തും മറ്റു സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഖണ്ഡന പ്രസംഗങ്ങൾ നടക്കരുത്. നമ്മൾ കൂടുതൽ അങ്ങനൊന്നും ഇങ്ങനെ ഖണ്ഡനം മണ്ഡലം നമ്മൾ ഇവിടുന്നാണ് പറയാൻ. അതിനല്ലപ്പോ നമ്മളിത് വെച്ച് ഞങ്ങൾ അതിനല്ല മൈക്കണ് തന്നത്. ഞാൻ പറയാം, രാമൻ മുസ്ലിം ആകുന്നു, ബാലൻ മുസ്ലിം ആകുന്നു. ഖുർആൻ ഓതിയിട്ടാ പറഞ്ഞു. നമ്മൾ ഒറ്റ കാര്യം പറയാം, ബാക്കിയൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. രാമൻ മുസ്ലിമാണ്, ബാലൻ മുസ്ലിമാണ് എന്ന് നമ്മൾ ഈ പറയുന്ന നിങ്ങളെ നേതാവ് ഈ പറയുന്നത് ഖുർആാനോ ഏത് ഖുർആനിലാണ് ഉള്ളത്? അത് മാത്രം പറയാം. അതിനെ പറ്റി ഒന്നും പറഞ്ഞാണ്. അത് ജനങ്ങളൊക്കെ ഒന്നും കേൾക്കട്ടെ. ആ വിഷയം അതിപ്പോ എന്നോടുള്ള ചോദ്യമായി. ഏതായാലും അത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കൊണ്ടുവന്ന CD ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ക്ലിപ്പുകൾ ഉണ്ടല്ലോ, അതിന് കംപ്ലീറ്റ് ഖണ്ഡനമുള്ള CD ഞങ്ങൾ കൊണ്ടുവന്നു. അത് ഇടാൻ നിങ്ങൾക്ക് സമ്മതിക്കാം? അതൊന്നുമല്ല. നിങ്ങളെ കൂടുതൽ കുറെ CD ഒക്കെ പാടപ്പടി ഇടാൻ അതിനിപ്പോ സുബി വരെ സമയമില്ല. CD ഇവിടെ നമ്മളൊക്കെ ഇഷ്ടം പോലെ അതാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ കൊണ്ടുവന്ന CD, ഞാനിവിടെ കാണിച്ച CD-യുടെ ഒക്കെ ഭാഗം എന്തൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ മാത്രമൊന്നുമല്ല. അത് ഞാനത് കണ്ടിട്ട് തന്നെ ഇതിന് നടക്കണേ. പക്ഷേ ഞാനിവിടെ കാണിച്ച പ്രസംഗത്തിൽ ഇയാള് ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിൽ ഞാൻ ഈ കാണിച്ച ക്ലിപ്പിനെതിരിൽ ആ പ്രസംഗത്തിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് 1000 കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഞാൻ ആ പ്രസംഗിച്ച കാണിച്ച ആ ഭാഗമുള്ള CD ഒന്നിട്ട് കാണിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. എന്തെങ്കിലും ഇടരുത്. ഇടണ്ട. കാണിക്കേണ്ടത് എന്താണ്? രാമനും ബാലനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ CD ഉണ്ടല്ലോ, ആ CD-യിൽ ഞാൻ കൃത്രിമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഫിറായ രാമനും ബാലനും മുസ്ലിമാണ് എന്ന് മുജാഹിദ് നേതാവ് പ്രസംഗിച്ചതാണ് ഞാൻ കേൾപ്പിച്ചത്. അങ്ങനെയല്ല, അയാൾ മുസ്ലിം അല്ല എന്ന് അയാൾ ആ പ്രസംഗത്തിൽ പറയുകയും എന്നിട്ട് ഞാൻ കൃത്രിമം ചെയ്തുകൊണ്ടാണ് ആ ക്ലിപ്പ് വരട്ടുകയും ചെയ്തത് എന്ന് ഒരൊറ്റ ക്ലിപ്പ് പറയാം. ബാക്കിയൊക്കെ പോട്ടെ. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിച്ചോളി. ആ CD ഒന്ന് ഇട്ടുകൊടുത്ത അൻവറെ, ആ CD ഒന്നാണ് വെച്ചുകൊടുത്ത പോലെ കമ്പ്യൂട്ടറിൽ ഒന്ന് കാണണല്ലേ നമുക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒന്ന് കാണണല്ലോ. അല്ല, മൈക്ക മൂപ്പര് കൊടുക്കും. മൂപ്പര് എന്തുവരെ ചോദിച്ചത് ആ വിഷയം ചോദിച്ചത് മൂപ്പരാണ്. മൂപ്പര് കൊടുക്കും. ഒന്ന് ചോദിക്കും.
അല്ല അത് പറയണം. നമ്മൾ കൂടുതൽ സംസാരിക്കും. നിങ്ങൾ കുറെ ക്ലിപ്പുണ്ട്, സീഡ് ഉണ്ട് കണ്ട് കാര്യമില്ല. ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ പറഞ്ഞതും ഞങ്ങളൊക്കെ നോക്കിയിട്ടാ വരുന്നത്. നിങ്ങൾ അതെ എന്താ വിഷയം വേണ്ടത് നല്ലോ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും സീഡിട്ട് നിങ്ങളെ സീഡൊക്കെ പാടെ കേൾപ്പിക്കേണ്ട സമയം. ഒരു വിഷയം പറഞ്ഞോ, ഒരു വിഷയം. വേറെ വിഷയം ഒന്നും പറയുന്നില്ല. ഇതിന് അനുബന്ധിച്ചൊരു കാര്യം. അതായത് ഇപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന 4 പേര്. ഓക്കെ, നിങ്ങള് അലവി സക്കാഫി മറുപടി പറയും. അപ്പൊ ബാക്കിയുള്ളവർ ഇങ്ങനെ വികാരം ഉണ്ടാക്കി നിൽക്കേണ്ട കാര്യമില്ല. നമ്മള് മാറി നിന്നാല് നമുക്ക് അതിനനുസരിച്ച് ചോദിക്കാൻ എല്ലാവർക്കും മനസ്സിലാക്കാം. ഈ നാട്ടിൽ ആദ്യം ഇപ്പൊ ഞങ്ങൾ ചോദിക്കും, അലവി സക്കാഫി മറുപടി പറയും. അപ്പൊ ആരും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. മറിച്ച് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെ തള്ളിക്കളയാം. ഞങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആദർശം ഇഷ്ടമുണ്ട് സ്വീകരിക്കും, തള്ളിക്കളയും. അതുകൊണ്ട് ആരും അതിന്റെ രീതിയിലുള്ള വികാരപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഈ ചർച്ച അങ്ങനെ നടക്കട്ടെ. സത്യത്തിൽ ഉറച്ചിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മെയിൻ പ്രശ്നത്തിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും കേട്ടോളി. എന്താ വിഷയം? വിഷയം ഇതാണ്. നമ്മുടെ നാട്ടിലെ ബാലനും രാമനും മുസ്ലിമാണ് എന്ന് മുജാഹിദ് നേതാവ് പ്രസംഗിക്കുന്നു. ആ പ്രസംഗിച്ച ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇവരിപ്പോ പറയുന്നത് എന്താ? ഇവിടെ നിന്നല്ല, എല്ലായിടത്തും മുജാഹിദ് പറയും അത് സഖാഫിമാര് അല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാര് തിരിമറി ചെയ്തതാണ്, അത് ക്ലിപ്പ് ഇതാക്കിയതാണ്, ആ പ്രസംഗത്തിൽ അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ അതിനെതിരാണ് ഉള്ളത്, അത് ഇവര് തിരിമറി നടത്തിയതാണ് എന്നാ പറയാറുള്ളത്. ഞാൻ നിങ്ങളോട് വിനീതമായി പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച ആ പ്രസംഗം, ഏത് പ്രസംഗം? ഞാൻ ഇവരിട്ട് കാണിച്ച ക്ലിപ്പ്. മുജാഹിദ് ബാലുശ്ശേരി ബാലനും രാമനും ഒക്കെ കാഫിറാകുന്നു, മുസ്ലിമാകുന്നു, തലപ്പാവ് കെട്ടിയ പണ്ഡിതന്മാർ കാഫിറുമാകുന്നു എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിൽ ബാലനും രാമനും മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നും കാണിച്ചാണ്. വെച്ചുകൊടുത്ത് അൻവർ ആ സീഡി കൊടുക്കി കമ്പ്യൂട്ടറിലിട്ട് നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ മടക്കനമ ചവിട്ടിയ മാതിരിയായ എന്റെ കന്ന് പോകില്ല. മടക്കനമ ചവിട്ടില്ല, എങ്ങനെ ഇവിടെ ചവിട്ടി അവിടെ പൊന്തു, അവിടെ ചവിട്ടി ഇവിടെ പൊന്തു, അത് പൊന്തൂല. ഇത് ഓരോരുത്തരും ചോദിച്ചാൽ അവിടെ തന്നെ വരും. അതാണ് എന്റെ പരിപാടി. വെക്കി ആ സീഡി കൊടുക്കി, ആ സീഡി കൊടുക്കി, ഞാൻ കാണിച്ചു തരാം. ആ സീഡി കൊടുക്കി. ഇനി കൂടുതൽ സംസാരിക്കരുത്. നമ്മൾ നുണ പറഞ്ഞാൽ നമ്മൾ നടക്കൂല. സീഡി ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ ആവേശത്തോടെ ഉയർത്തിയതാണ്. എന്നാ അത് എനിക്കൊന്ന് കാണണമെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ച് പരസ്യമായിട്ട് മാപ്പ് പറയും. കുട്ടികളെ എന്തൊക്കെ അബദ്ധം പറ്റിയതാണ്, എനിക്കെന്താ സത്യം തുറന്നു ഒരു പേടിയില്ല. മുജാഹിദ് പറയാത്തത് പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞത് തന്നെ കാണിക്കാൻ എന്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നല്ലേ ബാക്കി. അപ്പൊ നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണിക്കി. മൈക്ക് അയാളെ കൊടുക്കി, മൈക്ക് ആ താടി വെച്ച അയാൾ കൊടുക്കി. അയാൾ ഞാൻ കൂടി അപ്പൊ ചോദിച്ചിരുന്നത് അത് കൊടുക്കി. എന്താ പറയാളത് നിങ്ങൾ പറയും. ആ സീഡിയിൽ കൊടുക്കി, അതിനെ പറ്റിയിട്ട് നമുക്ക് ആ വിഷയം തീരുമാനമാക്കാൻ പോവാ. അതുപോലെ ആളുകൾക്ക് സാരല്ല, അത് സാരല്ല, ഒന്നും ചെയ്യൂല. അതുപോലൊക്കെ ഇത് ആദ്യമല്ലേ, അപ്പൊ ഒന്ന് ആളെ കാണാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ ഒന്നും കാട്ടാനല്ല. നിങ്ങളൊന്നും ധൈര്യമായിട്ട് ഇരുന്നോളി, ഒന്നും കാട്ടൂല. ആ ധൈര്യം ഞാൻ തന്നു. പിന്നെന്താ നമ്മള് ധൈര്യമായിട്ട് പറഞ്ഞു. സാധാരണ മുഖാമുഖങ്ങളിലൊക്കെ വരുമ്പോ എല്ലാവരും ശാന്തായിരിക്കലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ ഈ വിത്ത് ആദ്യം വന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് കാണാൻ വന്നതാ. കാര്യാക്കണ്ട. അപ്പൊ നിങ്ങൾ പറയും, അത് ഓൾക്ക് അത് പരിചയമില്ല. ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തന്ന സിഡിയിൽ അതുണ്ട്. ആ സിഡി എവിടെയാണ്? ഒരുപാട് ക്ലിപ്പുകൾക്കുള്ള മറുപടി ഉണ്ട്. അതിലിപ്പോ ഏതാണെന്ന് ക്ലിപ്പുകൾക്കുള്ള മറുപടി അതല്ലല്ലോ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞിക്കണോന്നല്ല. അയ്യേ, നിങ്ങളിപ്പോ വിഡിത്തം പറയാം. നിങ്ങൾ വിഡിത്തം പറയാണ്. എന്ത് മറുപടി പറഞ്ഞിക്കണേ? മറുപടി പറഞ്ഞിക്കണോ ഇല്ല എന്നല്ല എന്റെ വിഷയം. ഇയാൾ പ്രസംഗിച്ച ഈ സിഡി ക്ലിപ്പ് എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കണില്ല, അയാൾ ശ്രദ്ധിക്കാൻ അനുവദിക്കണില്ല. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ വിഷയം എന്താ? നിങ്ങൾ ഇവിടെ ഇട്ട ക്ലിപ്പ്, ആ ഇട്ട ക്ലിപ്പിൽ ഞാൻ തിരിമറി നടത്തിയതാണ്. ഇപ്പൊ നിങ്ങൾ ഇട്ടതല്ല, ഞങ്ങൾ ഇട്ട ക്ലിപ്പിൽ തിരിമറി നടത്തിയതാണ് ഇപ്പൊ നിങ്ങളെ വാദം. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം നിങ്ങൾ കേൾപ്പിക്കണം. എന്നിട്ട് എന്തായാലും ഉണ്ടാവേണ്ടത്? ബാലനും രാമനും ഒക്കെ മുസ്ലിമല്ല, കാഫിർ തന്നെയാകുന്നു എന്ന് അതേ പ്രസംഗത്തിൽ കാണിച്ചു തരാൻ കഴിയുന്ന നിങ്ങൾ പറഞ്ഞത്. സീഡി ഇതാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. ആ സീഡി ഇങ്ങോട്ട് കാട്ടിയെന്നാ ഞാൻ പറഞ്ഞത്. കമ്പ്യൂട്ടറിൽ ഇട്ടോളായി. എന്നാ അത് സാധനം അറിയല്ലോ എല്ലാവർക്കും. എന്താ പോയി തരാൻ ഒരു പേടി? നിങ്ങളതിന് മറുപടി പറഞ്ഞിക്കണോന്ന് നമുക്ക് അറിയേണ്ടതില്ല. നിങ്ങൾ മറുപടി കണ്ട ഒരു പ്രസംഗം നടത്തും, ആർക്കും അറിയാത്തത്. അതൊന്നും ഇവിടെ വേണ്ട. അലവി സഖാഫി ആവശ്യപ്പെടുന്നത് ഇതാണ്. അലവി സഖാഫി കാണിച്ച ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പുള്ള പ്രസംഗത്തിൽ ആ ക്ലിപ്പിന് എതിരായിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണിച്ചു തരണം. ആ ക്ലിപ്പിൽ ഇതിന്റെ മുഴുവനായിട്ടുള്ള ഒക്കെ അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തുന്നത്. അപ്പൊ അതിൽ ആ സീഡി ഞാൻ ഈ കാണിച്ച ക്ലിപ്പിന് എതിരുണ്ടെങ്കിൽ അത് കാണിച്ചു തരണമെങ്കിൽ അത് മൊത്തം ആ സീഡി മൊത്തം ഇവിടെ വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറ്റാത്തത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ട് നിങ്ങൾ സീഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 സീഡി ഉണ്ട്. അത് ഈ വാദത്തിന് മാത്രമല്ല. നിങ്ങൾ അന്തല്ലാത്ത വർത്താനം പറയുന്നത്, അത് കഥയില്ലാത്ത വർത്താനാണ്. നിങ്ങളൊന്ന് സീഡി ഉണ്ട് എന്ന് പറഞ്ഞ് പൊന്തിച്ചു. ഇപ്പൊ വെക്കാൻ പറഞ്ഞു നോക്കുമ്പോ അതിപ്പോ അങ്ങനെയല്ല, മറുപടി പ്രസംഗമാണ്. വെച്ചുകളോ? വെക്കട്ടെ. സീഡി കിട്ടിയോ? ഈ ഭാഗം മൗലവി നിന്ന് വെക്കട്ടെ. അതല്ലേ നമുക്ക് വേണം. നമുക്ക് മടിയില്ല.
അത് തെറ്റാണ് ഞാൻ CD വെക്കാണ്, എന്തായാലും CD വെക്കാണ്. കാണാം, നമുക്ക് എല്ലാവർക്കും കാണാം. കൊടുത്തോ, CD കൊടുത്തോ. അതില്ലാതെ പിന്നെന്താ? കുല്യായുൽ കാഫിറൂൻ എന്ന ആയത്തെ ഇത്യാദി ഇറക്കിയിട്ടാണ് മുമ്പ് രാമനെയും ആ പ്രസംഗമാണോ അത് നോക്കാം. എനിക്ക് ഇവിടുന്ന് കാണുന്നില്ല. വേറെ ഏതെങ്കിലും പ്രസംഗം നമുക്ക് വെക്കേണ്ട ആവശ്യം അതല്ല. ആ CD അതല്ല. നിങ്ങൾ ഭേദം മൗലവിമാരും പ്രസംഗമായി നമുക്ക് ആവശ്യമില്ല. നമ്മളെ വിഷയം ഇതാണ്. ഞാനിവിടെ പ്രദർശിപ്പിച്ച CD ക്ലിപ്പ്, ആ ക്ലിപ്പിന്റെ ബാക്കി പ്രസംഗത്തിന് എന്തുണ്ട്? ഞാൻ പറഞ്ഞതിന് എതിരുണ്ട് എന്നാണ് ഇപ്പൊ നിങ്ങൾ സമർത്ഥിക്കാൻ പോണത്. അതിന് നിങ്ങളെ കയ്യിൽ ഞാൻ പ്രസംഗിച്ച് കിട്ട ക്ലിപ്പുള്ള പ്രസംഗം വേണം. അതുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ വെറുതെ നേരം കയറണ്ട. നിങ്ങൾ എന്തോ ഒരു CD കൊടുത്തിട്ടുണ്ട് എന്ന് അത് ഇവിടെ വേണ്ട. അത് ഇതിന് മറുപടിയാ. എന്തെങ്കിലും ആണുങ്ങളോട് വർത്താനം പറയും പോലെ പറയും, പെണ്ണുങ്ങൾ വർത്താനം പറയും പോലെ പറയല്ലേ. അത് മറുപടിയല്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അടുത്ത ചോദ്യം ചോദിച്ചോളി, നമ്മൾ വിഷയം കഴിഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, സലഫുകളെല്ലാം ഞങ്ങൾ തള്ളി എന്ന് പറയില്ല. ഞങ്ങൾ സ്വമേധയാ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യൽ സലഫികളാണ്. സലഫികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനും സുന്നത്തും സലഫ് സ്വാലിഹ്യങ്ങൾ വഴിയെടുക്കുന്നത്. അത് ഞാൻ ഇപ്പൊ അവസാനം താങ്കൾ പറഞ്ഞ വിഷയം തന്നെ, ഇസ്തിഗാസയുടെ വിഷയത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരും നൂറുകണക്കിന് തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നതാണ്. നൂറുകണക്കിന് തെളിവുകൾ ഞാൻ എതിരായിക്കൊണ്ട് ഹാജരാക്കാം. ഒറ്റൊന്ന് 100 വേണ്ട, ഒരൊറ്റ സലഫുകൾ ഏതെങ്കിലും ഒരു ഇമാം ആധികാരിക പണ്ഡിതൻ ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഇമാമിനെ കൊണ്ടുവരാൻ കഴിയോ? വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ. കഴിയില്ല. 100 വേണ്ട, 1 മതി. ഒച്ചിട്ടുണ്ടാവില്ല. ഞാനീ പറയുന്നത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒച്ചിടേണ്ടി വരും. ഇപ്പൊ ഒരു സംശയം ചോദിക്കാൻ വന്ന ആളോടെ മുമ്പിൽ ഒച്ച ഇട്ടുകൊണ്ട് വലിയ ആളാവുന്ന, അതുകൊണ്ട് വലിയ ആളാവില്ല. ഒച്ചട്ടുകൊണ്ട് വലിയ ആളായി. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായിക്കൊണ്ട്, അതുപോലെ തന്നെ ബുഖാരി അദ്ദേഹത്തിന്റെ ഖൽഖ് അഫ്ആലുൽ ഇബാദ്, അതുപോലെ തന്നെ കിതാബ് തൗഹീദ് ഫത്ഹുൽ ബാരിയിലെ ഇതിലൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്നതിനെ വ്യാഖ്യാനിച്ച് മഹാരഥന്മാരായ ഈ 4 പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലിമാത്തുകൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞ കലിമാത്ത് മഖ്ലൂക്കല്ല, സൃഷ്ടിയല്ല. കാരണം ലം യസ്തഈദു ബി മഖ്ലൂക്കിൻ, റസൂലുള്ള ഒരിക്കലും മഖ്ലൂക്കിനെ കൊണ്ട് സഹായം തേടില്ല, ഇസ്തിഗാസ നടത്തില്ല എന്ന് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലും, അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഖൗലായിക്കൊണ്ട് ഇമാം ബുഖാരിയും, അതുപോലെ തന്നെ ബുഖാരി അദ്ദേഹത്തിന്റെ ഖൽഖ് അഫ്ആലുൽ ഇബാദിലും, അതുപോലെ ഇമാം ജീലാനി അദ്ദേഹത്തിന്റെ ഒരു ഗുന്നിയ ഇവിടെ വായിച്ചു. ഇമാം ജീലാനിക്ക് ഗുന്നിയ മാത്രമല്ല, ഫത്ഹുർ റബ്ബാനി അതിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇജ്അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങളുടെ കൽബ് നീ പള്ളിയാക്കുക, അല്ലാഹു അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്. കഴിഞ്ഞില്ല. ഇമാം അബൂ ഹനീഫ അദ്ദേഹം പറയുന്നുണ്ട്, യുക്റഹു അൻ യതവസ്സല ബി ഹഖി ഫുലാൻ, ഒരു മനുഷ്യന്റെ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും ബർക്കത്ത് കൊണ്ടും ചോദിക്കുന്നത് അത് കറാഹത്തു തഹ്രീമാണ് എന്ന് വ്യക്തമായി ഇമാം അബൂ ഹനീഫ പറയുന്നതായി കൊണ്ട് കാണാം. ഇമാം ഹൈത്തമി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, വമിൻ ദാലിക യജഅല ബൈനഹു വബൈനല്ലാഹി വസായിത് വയസ്അലുഹും വയസ്തഗ്ഫിറു ലഹും എന്ന് വ്യക്തമായി കൊണ്ട് പറയുന്നത് കാണാം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാഹു അവന്റെ അടിമയ്ക്കും ഇടയിൽ ഒരു വസായിത്തിനെ വെച്ച്, മധ്യവർത്തിയെ വെച്ചുകൊണ്ട് ആ മധ്യവർത്തിയോട് ചോദിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നത് എന്ന് ഇമാം ഹൈത്തമി പറയുന്നതായി കൊണ്ട് കാണാം. ഇമാം ഖുർത്തുബി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് ഇൻ തസ്തഗീസു ബിഹിം ബിന്നവാജിബി ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്നതായിക്കൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നതായിക്കൊണ്ട് കാണാം. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സലഫുകളിൽ എല്ലാവരും തന്നെ എതിർത്ത ഇസ്തിഗാസ. നിങ്ങൾ ഒരാളെ തെളിയിക്കാൻ, നിങ്ങൾ കൗല് ഉദ്ധരിക്കാൻ പറഞ്ഞു പണ്ഡിതന്മാരെ, ആ കൗലാണ് ഞാൻ ഉദ്ധരിച്ചു. അപ്പൊ ഈ പണ്ഡിതന്മാർ എല്ലാവരും ഇജ്മാഅോടുകൂടി അംഗീകരിച്ച കാര്യമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ഒരൊറ്റ പണ്ഡിതൻ പറഞ്ഞതിന്റെ ഒരൊറ്റ പണ്ഡിതന്റെ വിഭാഗത്തിലും ഏതില്ല. ഒരു ഉദാഹരണം പറയാം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാകുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ വിഭാഗത്തും നിങ്ങളിപ്പോ വായിച്ചിട്ടില്ല. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ വായിക്കണം. വായിച്ച വിഭാഗം വായിക്കി നമുക്ക് അർത്ഥം വെക്കുക, ഓരോ വിഭാഗത്തും വായിക്കുന്നതിന് അർത്ഥം വെക്കുക. വായിച്ച ഒരൊറ്റ വിഭാഗത്തും ഏതില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആ നബി തങ്ങളെ വിളിച്ച് സഹായം തേടൽ ശിർക്കാകുന്നു എന്ന് ഒരൊറ്റ ഇബാറത്തിലുമില്ല. നിങ്ങൾ ഒന്നാമത് പറഞ്ഞ് ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറയുന്ന ആളാണ്. ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ സ്വന്തം കിതാബാണിത്. ഈ കിതാബിൽ എന്താ മഹാൻ ചെയ്യുന്നത്? അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടൽ ശിർക്കാണ് എന്ന് പറയല്ല. ഇതിന്റെ 104-ാമത്തെ പേജിൽ മഹാനവറുകൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് തേടുകയാണ്. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വുജൂദി വുജൂദാ ഹാദി വറാഅതു മുദ്രിബിൻ മുതമസ്സികി ببلائكم من يوم كان وليدا يرجو بك المحي السعيد وبعثه بعد الممات إلى النعيم شهيدا. മുർസലുകളുടെ നേതാവായ നബിയേ, ഈ പാവപ്പെട്ട അടിമ വളരെ വിനയാന്വിതനായി തങ്ങളോട് തേടുന്നു നബിയേ. എന്താ തേടുന്നത്? യർജൂബികൽ മഹ്യസ്സഈദ വബഅസഹു ബഅദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. മരണപ്പെട്ടതിനു ശേഷം തങ്ങൾ മുഖേന എനിക്ക് ഉന്നതമായ വിജയശ്രീലാളിതമായ ജീവിതം, സ്വർഗീയ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഇതാണ് ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നത്. ഇത് ശിർക്കാണെന്ന് പറയല്ല. ഒരൊറ്റ ഇമാമ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ വായിച്ചതിനുമില്ല. എന്താ നിങ്ങൾ മഹാബദ്ധത്തിലാണ് നിങ്ങൾ പെട്ടുപോയിട്ടുള്ളത് എന്ന് സങ്കടത്തോടെ പറയേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വായിച്ച ഇബാറത്തിലുള്ളത് എന്താണ്? അതിലൊരു ഇബാറത്തുണ്ട്, അത് ഞാൻ വേറെ അർത്ഥം വെക്കാം. അതിന് റസൂലുള്ളാഹിനെ വിളിക്കലോ ബദരീകളെ വിളിക്കലോ ശിർക്കാണ് എന്ന് ഈ വായിച്ച ഒരൊറ്റ ഇബാറത്തിനുമില്ല. ഞാൻ ഇപ്പോഴും അത് ഉറച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളല്ല പറയല്ലേ, അതിന് മുമ്പിൽ വെച്ചല്ലേ ഞാൻ പറയണത്. ഇവിടൊക്കെ പണ്ഡിതന്മാരല്ലേ ഇരിക്കുന്നത്, മൂലയന്മാരുണ്ട്, ഇതിനേക്കാളും വിവരമുള്ള എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ ഈ വായിച്ച അറബി ഇബാറത്തിന്റെ അർത്ഥം ഞാൻ മാറ്റി മറിക്കുകയാണെങ്കിൽ ഇവർക്ക് അറിയില്ലേ, ഇയാൾ ഇന്ന ബല വിലയിരുത്തൂലേ, പിന്നെ ഇന്നെന്തിനാ പറ്റുക? അയ്യ ഇയാൾ എന്താ അലവിസക്കാഫ്, ഇയാൾക്ക് അറബി വാർത്ത അറിയില്ലേ? ഇവരൊക്കെ എന്നെ പറ്റി വിചാരിക്കും. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് ഞാൻ കണ്ണുകൊണ്ട് വായിച്ച കിതാബ് ഓതിയിട്ടാണ് ഈ പറയുന്നത്. ഒന്നാമത് അർത്ഥം വെച്ചാണ് അതിൽ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തൊന്ന് വായിച്ചാൽ ഒറ്റ വിഭാഗം. അതൊരു തന്ത്രമാണ്. തന്ത്രല്ലേ പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്നതിന് തെളിവായിട്ടാണ് ഞാൻ 10 ഇമാമികളെ, ഒരു ഇമാമല്ല 10 ഇമാമികൾ, ഒറ്റ ഇമാമം പറഞ്ഞിട്ടില്ല, ഒറ്റ ഇമാമം. പക്ഷെ നമ്മൾ വിഷയം തയ്യാറാക്കണം. അതൊന്ന് പറയാം. നിങ്ങൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഈ പദം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഇസ്തിഗാസ, അതിനാണ് ഞാൻ തെളിയിച്ചു പറയുന്നത്. എന്ത് ഇസ്തിഗാസ പല കോലത്തിലുണ്ട്. സഹായം തേടുക എന്നാണ് ഇതിന്റെ അർത്ഥം. സഹായം തേടലിപ്പോ ദൈവങ്ങളോട് സഹായം തേടുകയാണെങ്കിൽ പറ്റൂല, ശിർക്കാണ് അല്ലേ? അതുപോലെ മറ്റ് ഇസ്ലാം ഹറാമാക്കിയതിനോട് തേടുകയാണെങ്കിൽ പറ്റൂല, പാടില്ലാത്തതാണ്. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ തെളിയിച്ചു പറയുന്നത്. എന്ത് ആരംഭ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുക, അല്ലെങ്കിൽ മഹത്തുക്കൾ അള്ളാന്റെ ഇഷ്ടദാസന്മാർ അവർ അള്ളാഹുവിന്റെ അടിമകളാകുന്നു എന്ന് വിശ്വസിച്ച് തേടുക, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് ഒറ്റൊന്ന് മതി. ഒറ്റൊന്ന് ഒരൊറ്റ ഇബാറത്ത് ഒന്ന് വായിക്കും. ഒന്ന് വായിച്ചു. ഇമാം റാസി, ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്ന ഞാൻ അവിടെ വായിക്കാം. അല്ല, നമ്മൾ വായിച്ചതിനോ തീരുമാനിച്ചിട്ട് പോരെ പുതിയ വായിക്കാം. എല്ലാ പണ്ഡിതന്മാരും അതിനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ തെറ്റാണ്. നിങ്ങൾ 10 100 എന്നിങ്ങനെ പറയാന്നല്ലാതെ ഞാൻ വായിച്ചതാ. അതിന്റെ അർത്ഥം വെക്കി യാ സയ്യിദർ റുസുലി. നിങ്ങൾ അറബി ഇറങ്ങി വായിച്ചോളി. യാ സയ്യിദർ റുസുലി, മുർസലുകളുടെ നേതാവായ നബിയെ, അല്ലദീ ഫാഖൽ വറ, സൃഷ്ടികൾക്ക് മേലെയായിട്ടുള്ള നബിയെ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് തേടിയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നബിയെ, തങ്ങൾ മുഖേന ഞാൻ ചോദിക്കുന്നു, ആഗ്രഹിക്കുന്നു. അൽ മഹയ സഈദ, ഉന്നതമായ വിജയം തേടുന്നു. ബഅദൽ മമാതി, മരിച്ചതിന്റെ ശേഷം നബിയെ. ഇലൻ നഈമി, നഈമാകുന്ന സ്വർഗത്തിലേക്ക് എത്തലിനെ തേടുന്നു നബിയെ. നിന്റെ അർത്ഥം എങ്ങനെയല്ലേ നിങ്ങൾ പറയും? ഒരു വട്ടം അത് വായിച്ചാൽ അല്ല, അത് വായിച്ചത് കാര്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ചതിന്റെ അർത്ഥം ഞാൻ വെക്കുകയാണ്. ഞാൻ വായിച്ചതിന്റെ അർത്ഥം ഞാൻ വെക്കുകയാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നു. നിങ്ങൾ വായിച്ചതെന്താ? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടൽ ശിർക്കാകുന്നു എന്നാണ്.
അതിനുവേണ്ടി ഞങ്ങൾ വായിക്കുന്നത്. വായിച്ച ഇബാറത്തിൽ ഏതിന്റെ അർത്ഥമാണിത്? ഏത്? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടൽ ശിർക്കാകുന്നു, അല്ലെങ്കിൽ ബദരീകളെ വിളിച്ച് തേടൽ ശിർക്കാകുന്നു എന്ന് വായിച്ച അർത്ഥമുള്ള ഒരു ഇബാറത്തുകൾ പറയും. അതല്ലേ നിങ്ങൾ വായിച്ച ഇബാറത്തിന്റെ ഖുർആൻ മഖ്ലൂഖാണോ മഖ്ലൂഖല്ലേ? അതൊരു ചർച്ചയുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖത്താബി പറഞ്ഞിട്ടുണ്ട്, ബുഖാരി ഖൽഖുൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അല്ല, അതൊക്കെ പറഞ്ഞത് എന്താ? ഖുർആൻ മഖ്ലൂഖാണോ മഖ്ലൂഖല്ലേ? അത് ഒരു ചർച്ച വേറെയാണ്. അതല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറ്റുമോ പറ്റൂലേ അവരാരും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥം വെക്കിയത് നിങ്ങൾ വായിക്ക്, ഇബാറത്ത് വായിക്ക്, അർത്ഥം വെക്കുക. നമുക്ക് നോക്കാലോ, വായിക്കുക. അങ്ങനെ പറയാം. ഓരോന്ന് വായിച്ച അർത്ഥം വെക്കുക. അങ്ങനെ ആവുമ്പോഴേ തിരിയുള്ളൂ. ആളുകൾ നമ്മൾ രണ്ടാളി മാതിരി അറബി അത്ര തന്നെ തിരിയില്ല സാധാരണക്കാർക്ക്. അപ്പൊ നമ്മൾ അവര് പറഞ്ഞാൽ അവര് മുശ്രിക്കീങ്ങൾ. ഈ അസ്നാമുകളും ഔസാനുകളെയും അവർ വെച്ചത് ജനങ്ങളെ ബിംബങ്ങളിൽ മറക്കരുത്. ബിംബങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും അവർ വെച്ചത് അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, അവരുടെ മഹാരഥന്മാരുടെയും അംബിയാക്കളുടെയും രൂപത്തിലാണ്. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും തസ്തഗലു ബി ഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ ബിംബങ്ങളെ പ്രതിഷ്ഠകളെ അവരെപ്പോഴാണോ ആരാധിക്കുന്നത്, ഫഇന്ന ഉലൈക അവര് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ശുപാർശകരാകും എന്നവര് വിശ്വസിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു. ഇക്കാലഘട്ടത്തിലും ചില ആളുകളുണ്ട് ഇസ്തിഗാലു കസീറും മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂർ അൽ അകാബിരി, മഹാരഥന്മാരുടെ ഖബറുകളെ അവർ തഅലീം ചെയ്യുന്നു, ആദരിക്കുന്നു. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അലമു ഖുബൂർ ഹും യകൂനു ശുഫആഉ ലഹും ഇൻദ അത് ഈ ആ മൈക്കിന്റെ FM മൈക്കിന്റെ കുഴപ്പമാണ്. എല്ലായിടത്തും നമ്മൾ അനുഭവപ്പെടുന്നത്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഈ വേറെ മൈക്കോർക്ക് ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തതുപോലെയാണ് ഇസ്തിഗാലു കസീറും മിൻ ഖൽഖി, സൃഷ്ടികളിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? ബിതഅലീമിൽ ഖുബൂരിൽ അകാബിർ, മഹാരഥന്മാരുടെ ഖബറുകളെ അവർ ആദരിക്കുന്നു. എന്തിനാദരിക്കുന്നു? അവർ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശകരാകും എന്ന വിശ്വാസത്തോടുകൂടി ഖബറുകളെ ആദരിക്കൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചതിന് തുല്യമാണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിനെപ്പറ്റി തീരുമാനിക്കാം. ഒരുപാട് പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞതിനെ പറ്റി ഒന്ന് തീരുമാനിക്കാം. ഇപ്പൊ എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകൾ ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും വെച്ചിരുന്നു, എന്നിട്ട് അതിനെ ആരാധിച്ചിരുന്നു. എന്നിട്ട് ഇമാം റാസി പറയാ വനളീറുഹു, അതിന് തുല്യമാണ് ഫി ഹാദ സമാനി. ഇമാം റാസിയുടെ കാലഘട്ടത്തിൽ ഹിജ്റ 606 വഫാത്തായ പണ്ഡിതനാണ് ഇമാം റാസി. ആ കാലഘട്ടത്തിൽ അതിന് സമാനമാണ് ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, കുറെ ആളുകൾ ജോലിയായിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിതഅലീമി ഖുബൂരിൽ അകാബിരി, അകാബിറിന്റെ ഖബറുകളെ തഅലീം ബഹുമാനിക്കൽ കൊണ്ട്, ഇയാൾ പറഞ്ഞ ആദരിക്കൽ എന്നാണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആദരിക്കൽ കൊണ്ട് ജോലിയാവുക എന്നത് ഈ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതിന്റെ തുല്യമായ പരിപാടിയാണ്. ഇതപ്പൊ മൂപ്പര് അർത്ഥം വെച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് വന്നു? നമ്മൾ പറഞ്ഞതിൽ ആദ്യം കാര്യം ഗ്രഹിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ എന്ത് വന്നു എന്നാണ്? ആരംഭ റസൂലുള്ളാഹിനോട് വിളിച്ച് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നിപ്പോ ഇതിന്ന് വന്നു എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. സാധു മനസ്സിലാക്കി കൊടുത്തത് മൗലവിമാർ അങ്ങനെയാണ്. മൂപ്പര് ഞാൻ കഴിഞ്ഞിട്ടില്ല മൈക്ക, ഞാൻ എന്റത് കഴിഞ്ഞ നിങ്ങൾക്ക് പറയാം. ഞാൻ കട്ട് വായിച്ച് നിങ്ങൾക്ക് പറയേ, നിങ്ങൾ ബേജാറായല്ലേ? ഞാൻ അതിന്റെ ശേഷങ്ങളൊക്കെ വായിക്കുന്നു. നിങ്ങൾ ബേജാറായല്ലേ? ഞാൻ അതും അതിന്റെ അപ്പുറം കണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നിങ്ങൾ എന്താ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായി? അത് ഇതിന് സമാനമാണ് എന്ന് ഇമാം റാസി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടി? റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് കിട്ടിയതാണ് ഇപ്പൊ മൂപ്പര് ഇത് മനസ്സിലാക്കിയത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കുന്നതിന് സമാനമാണ് അത് എങ്കിൽ ഈ പറഞ്ഞ ഇമാമുകളൊക്കെ ആരംഭ റസൂലുള്ള ഇമാം നവവി, നമുക്കറിയാം വലിയ ഇമാമ, അവിടെ പോയി റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോയിട്ട് എന്ത് ചെയ്യണം? യസ്തശ്ഫിഉ ബിഹി, റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടണം. അത് സുന്നത്താണെന്ന് ഇമാം നവവി പറയുന്നു. അപ്പൊ നവവി ഇമാമിന് ഈ പറഞ്ഞ തൗഹീദ് മനസ്സിലായില്ല. നിങ്ങൾ ഓർക്കണം, നവവി ഇമാമിന്റെ മുമ്പ് ജീവിച്ച ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് പറയുന്നു വസ്തശ്ഫിഉ ബിഹി,
റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോളൂ. അതാണല്ലോ അല്ലാമു അന്നവും മതസ്തകലു അങ്ങനെയല്ലോ അന്നവും യകൂന ശുഫാഅ ഇൻദല്ലാഹ്. ഷഫീ ആകും. ഇതിന് താളീബ് ചെയ്ത് ബഹുമാനിച്ച് നടന്നാൽ തന്നെ അവർ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചാലാണ് ശിർക്ക് എന്നാണല്ലോ. അപ്പൊ ഇമാം നബവി പറയുന്നു ഇങ്ങനെ, മാലിക് ഇമാം പറയുന്നു റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം, അത് നല്ലതാണ്, പുണ്യകർമ്മമാണ്. ഇമാം നബവി ശർഹുൽ മുഅദ്ദിൽ പറയുന്നു ശഫാഅത്ത് തേടണം, സുന്നത്താണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് നബവി ഇമാം ശിർക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്, മാലിക് ഇമാം പറഞ്ഞത് ശിർക്കാണ്. ഇമാം ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനിയുടെ ഉന്നത്തു താലിബ്, ആ ഉന്നത്തു താലിബിൽ പറയുന്നത് ശഫാഅത്ത് തേടണം, അത് ശിർക്കാണ്. ഇമാം മുഹിബ്ബുദ്ദീൻ തബീയുടെ തശ്ബീഹ് ഇലാ ബൈത്തില്ലാഹിൽ അതീഖ് എടുത്ത കിതാബ്, ആ കിതാബിൽ പറയുന്നു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നിട്ട് പറയണം. ഇമാം മുഹിബ്ബുദ്ദീൻ തബീ എന്ന് പറഞ്ഞാൽ ഹിജ്റ 630-659 വഫാത്തായ വലിയ പണ്ഡിതനാണ്. മഹാൻ അവർകൾ പറയുന്നു ഷഫാഅത്ത്. അപ്പൊ മൂപ്പർക്കും തിരിഞ്ഞില്ല, ഇത് ശിർക്കാണ്. ഇവരൊക്കെ ഈ ശിർക്ക് ഇങ്ങനെ എഴുതി കൂട്ടിയ ആൾക്കാരാണ്. നിങ്ങൾ ചിന്തിക്ക്, എന്താണ് ഇവർ ഈ പറയുന്നത്? നിങ്ങൾ ലളിതമായി ചിന്തിക്കണം. നമ്മൾ ഈർഷ്യത വേണ്ട, നല്ല ലളിതമായി നിങ്ങൾ മനസ്സ് ശുദ്ധാട്ടെ. നിങ്ങളൊക്കെ സുന്നിയായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ ശഫാഅത്ത് തേടിയാൽ തേടണം. ഇമാം ഹാഫിള് നോക്ക്, നിങ്ങൾ ഹാഫിള് ഇബ്നു സംലക്കാനി ഖാദിൽ ഖുലാത്ത് 1,00,000 ഹദീസ് മനപ്പാടുള്ള പണ്ഡിതനാണ്. അവരുടെ ഉജാലത്തു റാഖിൽ പറയുന്നു റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യണം. എത്ര ഇമാമുകൾ, ഫജ്റുൽ മുനീറിൽ ഇമാം ഫാക്കിഹാനി പറയുന്നു ശഫാഅത്ത് തേടണം, സുന്നത്താണ്. എല്ലാ ഇമാമികളും പറയാം ശഫാഅത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് തേടണം. ഇയാൾ പറയാ റാസി ഇമാമ് പറഞ്ഞത് അത് ശിർക്കാണ്. പടച്ചോനെ, റാസി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളൊക്കെ തെറ്റുപറ്റിയതാ. ശഫാഅത്ത് തേടിയാൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ വായിച്ച ഒരു ഇബാറത്താണ് ഇപ്പൊ നമ്മളെ ഹല്ല് ചെയ്യണത്. അതിന്റെ അവസ്ഥയാണിത്, ബാക്കിയുള്ളതൊക്കെ തന്നെയാണ് അവസ്ഥ. എന്താണ് പിന്നെ ഇമാം റാസി പറഞ്ഞത്? വനളീറുഹു ഫി ഹാദൽ സമാൻ. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതിന് തുല്യമായ ഒരു പ്രവർത്തനം പറയാണ്. എന്താ പറയുന്നത്? അത് പറയുന്നത് ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന്, പടപ്പുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിയായിട്ടുണ്ട്. ബിതഅലീമി ഖുബൂരിൽ അകാബിരി, അകാബിറുകളായ വലിയ വലിയ നേതാക്കന്മാരുടെ ഖബറുകളെ ആദരിക്കൽ കൊണ്ട് ജോലിയായിട്ടുണ്ട്. ഇത് ഇന്നും നടക്കുന്നുണ്ട്. എന്നിട്ടോ അതിന് പിന്നെ തഅലീം ചെയ്താല് അവർക്ക് എന്തു ചെയ്യും? ശഫാഅത്ത് ചെയ്യും എന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ടാണ് ഈ തഅലീം ചെയ്യുന്നത്. അത് മുശ്രിക്കുകൾ ചെയ്യുന്ന പരിപാടിക്ക് സമാനമാകുന്നു. ഇതപ്പൊ പറഞ്ഞത്. അതിലെന്താ വിഷയം? അത് 2 പോയിന്റ് നിങ്ങൾ രണ്ടും മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന്, വനളീറുഹു എന്നാ പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ തുല്യമായ പ്രവർത്തനമാണ് ഇപ്പുറത്ത് പറഞ്ഞത്. നെളീറാണ്. നെളീർ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നതിന് അതേ പരിപാടി ഇപ്പുറത്ത്. കോലം മാറിയിട്ടുള്ളൂ, സംഗതി ഒന്ന് തന്നെയാണ്. ഇതിനാ നെളീർ പറയാം. അപ്പോ നിങ്ങൾ നോക്ക്, അപ്പുറത്ത് എന്താ ചെയ്തത്? അപ്പുറത്ത് അവർ ചെയ്തത് മക്കയിലെ മുശ്രിക്കുകൾ അന്നഹും വലൗസാന, അതെ, ഈ ബിംബങ്ങളെയും അതുപോലെ തന്നെ വലസ്നാമ, ബിംബങ്ങളെയും അതുപോലെ പ്രതിഷ്ഠകളെയും ഒക്കെ അവർ വെച്ചിട്ട് അവർ വാദിച്ചതെന്താ? അന്നഹും മതസ്തഗലൂ ബിഇബാദത്തിഹാല, ഇവകൾക്ക് ഇബാദത്ത് ചെയ്താല്, ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ജോലിയായാല് ശഫാഅത്ത് ചെയ്യും, ഈ ലാത്തയും ഉസ്സയും ഒക്കെ ശഫാഅത്ത് ചെയ്യും എന്ന് മക്ക മുശ്രിക്കന്മാര് വിശ്വസിച്ചിരുന്നു. ശരിയാണ്, നമ്മൾ ആർക്കും ഒരു സംശയമില്ല. അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുക, ഈ ആരാധന നിർവഹിച്ചതിന് ശേഷം ആരാധിക്കുന്നത് ഞങ്ങൾ എന്തിനാ? വെറുതെ ഒന്നിനുമല്ല, ഒരു ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനാണ്. എങ്ങനെ ഇവർക്ക് ശഫാഅത്ത് ചെയ്യാം? ഈമാനുണ്ടോ? വിശ്വാസമുണ്ടോ? ഈമാൻ കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇവരങ്ങനെ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശഫാഅത്ത് ചെയ്യുമല്ലോ. അത് മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം. അങ്ങനെയുള്ള ഇബാദത്തായ പ്രവർത്തനത്തിന് തുല്യമായ നെളീറായ പണിയാണ് ഇപ്പുറത്ത് പറയുന്നത്. അതെന്താണ്? അതിന് നെളീറാവണമെങ്കിൽ ഇനി പറയാൻ പോകുന്നതും ആരാധനയാവണം. അപ്പോഴേ നെളീറാവുള്ളൂ. അല്ലെങ്കിൽ കള്ളുടിയും കയ്യൊട്ടിമാരി ഇങ്ങനെ പോവാ, ഇങ്ങനെ ആവൂല. ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയാൽ കള്ളുടിയും കയ്യൊട്ടിമാരി ആവുള്ളൂ. ഇങ്ങനെ ആവുമ്പോഴേ ഒച്ച ഉണ്ടാവുള്ളൂ. നെളീർ എന്ന് പറയണമെങ്കിൽ അപ്പോഴേ ആവുള്ളൂ. നിങ്ങൾ മനസ്സിൽ, നിങ്ങളെ മൗലവിമാർക്ക് ഒരു വിവരമില്ല. നിങ്ങളെ സാധുക്കൾ പെടുത്തിയതാണ്. ഞാൻ ഓലെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളെയും കുറ്റപ്പെടുത്തല്ല, വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്താ വിഷയം എന്ന് വെച്ചാല്, അത് ആരാധനയാവണമെങ്കിൽ ബിതഅലീമി ഖുബൂരിൽ അകാബിരി, വലിയ വലിയ നേതാക്കന്മാരെ ഖബറുകളെ തഅലീബ് ചെയ്യുക. ഖബറിനെ തഅലീബ് ചെയ്യുമ്പോഴേക്ക് ആരാധന ആവൂല സഹോദര. ഇതേ ഇമാം റാസി തന്നെ തഫ്സീർ റാസിയുടെ 4ാം വാള്യമിന്റെ കൈ കൊടുത്തിട്ടില്ല. 4ാം വാള്യത്തിൽ കാണാം എന്ത്? ശുഹദാക്കളുടെ കാര്യം പറഞ്ഞ ആയത്തിറങ്ങിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ്? അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും ഖബറുകളെ തഅലീം ചെയ്യണം. ആ കിതാബ് ഞാൻ കൊണ്ടുവന്നില്ല.
താലീബ് ചെയ്യണമെന്ന് ഇതേ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താലീബ് ചെയ്യൽ വിഷയമല്ല, അതുകൊണ്ട് ശിർക്കാവൂല്ല. ഖുബൂരിൽ അകാബിരി എന്നാണ് ഇവിടെ കിതാബിൽ പറഞ്ഞത്. ഈ പറഞ്ഞത് സത്യവിശ്വാസികളായ നമ്മള് അള്ളാഹുവിൽ വിശ്വസിച്ച് ഈമാൻ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോഴോ മുജാഹിദിന്റെ സുന്നികൾ സൃഷ്ടിയല്ലേ? സുന്നികൾ സൃഷ്ടികൾ തന്നെയാണ്. പക്ഷെ ഈ ചെയ്യുന്ന ആളുകൾ ഈ സുന്നികളല്ല, അതാ പറഞ്ഞത്. സുന്നികൾ സൃഷ്ടിയാണെന്നുള്ള വേറെ കാര്യം. സക്കരിയ സലാഹിന്റെ വലിയ ചോദ്യം ഞാൻ ചാലിയത്തിൽ വിശദീകരിച്ച മുമ്പ് വെച്ചു. അപ്പൊ ഒരു ചോദ്യം, ഒരു മറുപടി ഇതാ, അപ്പൊ സുന്നികൾ സൃഷ്ടിയല്ലേ? ആരെ ചങ്ങായി സുന്നികൾ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞത്? സുന്നികൾ സൃഷ്ടിയാണോ അല്ലേ എന്നല്ല നമ്മളെ ചർച്ച. ഈ ചെയ്യുന്ന സൃഷ്ടികൾ സുന്നിയാണോ അല്ലേ എന്നാ നമ്മളെ ചർച്ച. അതല്ലാന്നാ ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്ന് റാസി പറഞ്ഞിട്ടില്ല. പറഞ്ഞതിന്റെ ചുരുക്കം, അപ്പുറത്തുള്ളത് ആരാധനയാണ്. അതിന് നെളീറാവണമെങ്കിൽ ഇപ്പുറത്ത് ചെയ്യുന്ന ഈ താളീമും ആരാധനയുടെ പരിധിയിൽപ്പെട്ട താളീമാവണം. ആരാധനയുടെ പരിധിയിൽപ്പെട്ട താളീമല്ല സുന്നികൾ ചെയ്യുന്ന താളീമ്. ഇതപ്പൊ പറഞ്ഞിരാകത്തുക. സുന്നികൾ ചെയ്യുന്ന ഈ ബഹുമാനം ആരാധനയുടെ പരിധിയിൽപ്പെട്ടതല്ല. അവർ ചെയ്യുന്നതോ ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ്. ആരാധനയുടെ പരിധിയിൽ ഇത് പെടുമ്പോഴാണ് സഹോദര മറ്റീന്റെ നെളീറാവുള്ളത്. അപ്പോഴല്ലേ ഇതിന് തുല്യാണെന്ന് പറയുള്ളൂ. ഇയാൾ അയാളെ പോലെ എന്ന് പറഞ്ഞെങ്കിൽ അയാളുമായി എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ഇത് ആരാധനയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയത്തെ ആരാധനയായതിനോട് എങ്ങനെ തുലനപ്പെടുത്തും? അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയത്തിന്റെ മർമ്മം എവിടെയെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്ന ഈ തഅ്ലീം എന്ന് പറയുന്ന ബഹുമാനിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്ന് പറയുന്നത് ഏതോ ആൾക്കാരെ ഖബറിനെ ആരാധനയുടെ പരിധിയിൽപ്പെട്ട തഅ്ലീമാണ്. അതെവിടുന്ന് കിട്ടി? അത് നളീറു എന്ന് പറഞ്ഞിന്ന് കിട്ടി. നളീറാണ് അപ്പുറത്ത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ആരാധനയാണ്. അതിന് നളീറാവണമെങ്കിൽ ഇതും ആരാധനയായിരിക്കണം. ഞങ്ങളെ അമ്പിയാക്കന്മാരെ ഖബറിലോ ഔലിയാക്കന്മാരെ ഖബറിലോ പോയിട്ട് ചെയ്യുന്ന തഅ്ലീമോ ആദരവോ അവരെ വിളിക്കലോ ആരാധനയുടെ പരിധിയിൽപ്പെട്ടതല്ല. അവർക്ക് ആരാധന അർപ്പിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ആരാധന ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാം അല്ലാന്ന് പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ പറയും ആരാധന തന്നെയാണ്. ആരാധന അല്ലാന്ന് ഞാൻ വെറുതെ പറയല്ല. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. അൽമനാർ പറയുന്നു ആരാധനയാവണമെങ്കിൽ എന്തു വേണം? ദിവ്യത്വം ചാർത്തണം. ഞാൻ പറയല്ല. ദിവ്യത്വം ചാർത്തണം എന്ന് പറഞ്ഞാൽ ഈ ഖബറിലുള്ള ആള് ദൈവമാണെന്നോ അല്ലെങ്കിൽ ഖബറിന് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ആരാധ്യനാണെന്നോ ഒക്കെ വിശ്വസിക്കണം. എന്നിട്ട് അവിടെ ബഹുമാനിക്കണം. അപ്പൊ അത് ആരാധനയാണ്. അപ്പൊ അത് മുശ്രിക്കുകൾ ചെയ്തതിന് നദീറാണ്, തുല്യമായതാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. മമ്പറ ചാർത്തി ചെന്നാല് മമ്പറത്തെ ഖബർ, മമ്പറത്തിലുള്ള ഷെയ്ഖ് മമ്പറം തങ്ങള് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരാധനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലേ അത് ആരാധനയാവൂന്ന് കേന്നം പുറത്തിറക്കി ഒരു പുസ്തകത്തിൽ പറയുന്നു, മുഖപത്രമായ ഏതിലും പറയുന്നു, അൽമനാറിലും പറയുന്നു. അപ്പോ ഇത് ആരാധനയാവൂല. ആരാധനയാകുമ്പോഴേ അത് നെളീറാവുകയുള്ളൂ. ഇത് നിങ്ങൾ തെളിയിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ അബദ്ധത്തിൽ കുടുങ്ങൂല. അപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ സംഗതിയായിട്ട് കൊട്ടിക്കൊടിച്ച ഇമാം റാസിയുടെ ഇബാറത്തിന്റെ ഹാലാണ് ഇപ്പത്. ഇതിലിപ്പോ റസൂലുള്ളാഹിനെ വിളിക്കല് ശിർക്കാണ്, കുഫറാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പത് വായിച്ചത്. അതിലിപ്പോ എവിടെ അതുള്ളത് എന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതിൽ റസൂലുള്ളാഹിനെ വിളിക്കൽ ശിർക്കാണ്, കുഫറാണ് എന്നുള്ള വർത്താനല്ല പറയുന്നത്. ഇത് ആരാധനാ സ്വഭാവത്തോടെയുള്ള തഅ്ലീം ഖബറുകളെയോ ഖബറിലുള്ള വ്യക്തികളെയോ ചെയ്താൽ അത് മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് തുല്യമാണ്. ആർക്കായാലും നിങ്ങൾക്ക് ഇബാറത്ത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. ആ ഇബാറത്തിനെ പറ്റി ചോദിക്കും. ഇവിടെ ഞാൻ കറക്റ്റ് അതിന്റെ അർത്ഥം ഓരോ വരികളും വായിച്ച് ഞാൻ അർത്ഥം വെച്ചാണ്. അത് വനലീറുഹു എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ അമ്പിയ ഔലിയാക്കളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. അതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ആരാധിച്ചു. ഇതുപോലെയുള്ള പ്രവർത്തനമാണ് ഇന്ന് ചില ഹൽക്കുകൾ ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? അത് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അവർ ആ ഖബറുകളെ ആദരിക്കുകയാണ്. യഅ്ബുദൂന എന്നല്ല പറഞ്ഞത്. ബിതഅ്ലീമി ഖുബൂറിൽ അകാബിരി. എന്നിട്ട് അവരുടെ അഖീദ കൂടി അവിടെ വിശദീകരിക്കുന്നു. അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അളമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ് എന്നാണ് പറയുന്നത്. അവരെ ആദരിച്ചാൽ അവരുടെ അഖീദ എന്താ? ഈ ഞങ്ങൾ ആരാധിക്കുകയാണ് എന്നല്ല അവരുടെ അഖീദ. നേരെ മറിച്ച് ഈ ഖബറുകളെ ആദരിച്ചാൽ അത് ആ ആദരിക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരാകാൻ അത് പാത്രമാകും, അത് സഹായകമാകും എന്നാണ് അവരുടെ അഖീദ. അതല്ലാതെ മുശ്രിക്കീങ്ങൾ വിചാരിച്ചതുപോലെ ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല. അത് അദ്ദേഹം തന്നെ. നിങ്ങൾക്ക് ഒരു അബദ്ധം ഉണ്ട് അവിടെ. എന്താന്ന് വെച്ചാൽ ഈ ചെയ്യണ നേരത്ത് ഇബാദത്ത് ചെയ്യാണെന്ന് വിശ്വസിക്കും കൂടി വേണം.
എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാകത്തുക. കാരണം ഓരോ വിശ്വാസം അങ്ങനെയാണ്, ഞങ്ങൾ ആരാധിക്കുകയാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അത് ആരാധിക്കുകയാകുന്നു എന്ന് വിശ്വസിച്ച് ചെയ്യുമ്പോഴേ അത് ആരാധനയാകുള്ളൂ. അങ്ങനെ വേണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് ഞങ്ങളെ മേൽ കെട്ടിവെക്കല്ലെങ്കിലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതേ. ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യാൻ ഇതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ആരാധിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ആരാധനയാവും. മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ആരെ പോലെ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളില്ലാത്തത് ഞങ്ങളെ മേൽ കെട്ടിവെക്കല്ലേ? നമ്മളെ വിഷയം അവിടെ അല്ല. നിങ്ങൾക്ക് ഇപ്പോഴത് മനസ്സിലായിട്ടില്ല. ഖബറുകളെ ആദരിക്കാൻ പാടില്ല എന്നല്ലല്ലോ റാസി പറഞ്ഞത്. ഖബറുകളെ ആദരിക്കണം എന്നാ ഇസ്ലാം പഠിപ്പിക്കണത്. റാസി ഇമാമിന്റെ തഫ്സീറുൽ കബീറിന്റെ 4ാമത്തെ വാള്യത്തിൽ വിശദീകരിച്ചു വച്ചിട്ടുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത എന്ന് പറയുന്ന ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു. ആ ശുഹദാക്കളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, ഈ ആയത്തിൽ നിന്ന് ശുഹദാക്കന്മാരുടെ ഖബറുകളെ എന്തു ചെയ്യണം? തഅളീം ചെയ്യണം എന്നാ ഇസ്ലാം പഠിപ്പിക്കണത്, ചെയ്യണ്ടെന്നല്ല. അപ്പൊ അതുകൊണ്ട് തഅളീം ചെയ്യുമ്പോഴൊക്കെ അത് ശിർക്കാവൂല. പിന്നെയോ ഈ റാസി പറഞ്ഞെന്താ? ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, ചില സൃഷ്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഖബറുകൾ പോകുന്ന ജാറത്തിങ്കൽ പോകുന്ന പരിപാടിയല്ല. എത്രയോ അമുസ്ലിമീങ്ങൾ ചെയ്യുന്നില്ലേ സഹോദരന്മാരെ? അവരുടെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടൊക്കെയുള്ള ആരാധനാ പരിപാടി നടത്തുന്നില്ലേ? അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇസ്തിഖാലു കസീരി മിനൽ മുസ്ലിമീനാണോ സുന്നിയീനാണോ പറഞ്ഞിട്ടില്ല. അത് മുജാഹിദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ഏതോ പടപ്പുകൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏതോ പടപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സുന്നികളായ ഞങ്ങൾ എന്ത് പയച്ചു? അല്ലല്ല നിങ്ങളെന്നെയാണ് പറഞ്ഞാൽ, അല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ അല്ലല്ല നിങ്ങളെന്നെയാണ്. അതെങ്ങനെ നടക്കുക? രോഗി പറയാ ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പറയാം അല്ലല്ല മരിച്ചിരിക്കുന്നു മുണ്ടിപ്പോരുത് പറഞ്ഞാൽ അത് നടക്കൂല.